السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിൽ അനുഗ്രഹീതമായ ഒരു മാസം സമാഗതമായി നിൽക്കുകയാണ്. ഇന്ന് അതിനുള്ള തയ്യാറെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകളാണ്. ഇന്ന് സന്ധ്യയോടുകൂടി റമദാൻ 1 ആരംഭിക്കുകയാണ്. സന്ധ്യ കഴിഞ്ഞ പ്രസ്തുത രാത്രിയിൽ അനുഗ്രഹീതമായ റമദാൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളുമായിട്ട് വാതിൽ തുറക്കപ്പെടുകയാണ്. അത് സംബന്ധമായി നമുക്ക് അറിവുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ വിലയും നിലയും അറിയുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ ഹുസൈൻ അസീസ് ഈ പരിശുദ്ധ റമദാൻ മാസത്തെ സംബന്ധിച്ച് നമുക്ക് നൽകിയ അനേകം ഖുത്ബകളുണ്ട്. അതിലെ ശ്രദ്ധേയമായ അറിവുകളിലേക്കും ആ അറിവുകൾ നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഈ പരിശുദ്ധ റമദാനിൽ നമുക്ക് എത്രത്തോളം പ്രതിഫലങ്ങൾ നേടാം എന്നുള്ളതിനെക്കുറിച്ചും ചിന്തിക്കുന്നതിനായി നമ്മുടെ ഇമാം നൽകിയ ഖുത്ബകളുടെ പ്രസക്ത ഭാഗങ്ങളിലേക്കായിരിക്കും ഇനി വരുന്ന ദിനങ്ങളിൽ ഇൻഷാ അല്ലാഹ്. റമദാൻ ഇതാ ഒരിക്കൽ കൂടി വീണ്ടും സമാഗതമായിരിക്കുന്നു. ഈ അനുഗ്രഹീത മാസം അനേകം അനുഗ്രഹങ്ങൾ കൊണ്ട് ധന്യമാണ്. ഓരോ വിശ്വാസിക്കും സമാനതകളില്ലാത്ത അവസരമാണ് ഈ മാസം പ്രദാനം ചെയ്യുന്നത്. ഇതിൽ നിന്നും പൂർണ്ണമായും പ്രയോജനം നേടുന്നതിന് ഈ മാസം എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നറിയൽ അനിവാര്യമായ കാര്യമാണ്. ഇതിൽ നിന്നും നമുക്ക് എന്താണ് ലഭിക്കുന്നത്? അല്ലാഹുവുമായി കൂടുതൽ അടുക്കുക, അവൻ്റെ സ്വർഗവുമായി സാമീപ്യത്തിലാകുക. ഇതാണ് റമദാൻ കൊണ്ട് പരമമായ ലക്ഷ്യം ഇടുന്നത്. അതായത് അല്ലാഹുവുമായി കൂടുതൽ അടുക്കുക, അവൻ്റെ സ്വർഗവുമായി സാമീപ്യത്തിലാകുക. റമദാൻ മാസത്തിലെ ഏറ്റവും പ്രസക്തമായ കാര്യം അത് തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, സൂറ ബഖറയിലെ 184 വചനത്തിൻ്റെ അർത്ഥം: അല്ലയോ വിശ്വാസികളെ,
നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ദൈവഭയമുള്ളവരായിത്തീരുന്നതിന് വേണ്ടി റമദാൻ മാസം ദൈവഭയമുള്ളവരായിത്തീരുന്നതിന് വേണ്ടിയാണ്, ദൈവഭക്തരായിത്തീരുന്നതിന് വേണ്ടിയാണ്, അവനെ ദൈവവുമായി ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയാണ് ഈ വ്രതാനുഷ്ഠാനം നിങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ 2-184 വചനത്തിൽ പറയുന്നു. അപ്പോൾ റമദാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനം ഉൾപ്പെടെയുള്ള ദൈവിക കൽപ്പനകൾ വിശ്വാസിയുടെ ഹൃദയത്തിൽ ദൈവഭയം സ്ഥാപിക്കുക എന്നതാണ് ലക്ഷ്യമാക്കുന്നത്. ആത്മശുദ്ധീകരണത്തിനും സഹനത വളർത്തുക, പാപങ്ങളിൽ നിന്നും വിരമിക്കുക, പാപമോചനം അർത്ഥിക്കുക, ദൈവിക പ്രതിഫലങ്ങൾ ആർജിക്കുക, ഇവയൊക്കെയാണ് റമദാൻ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 11 മാസമായി നമ്മൾ വഴുതി പോയിട്ടുണ്ട്. അവരെ ഒന്ന് വീണ്ടും അല്ലാഹുവുമായി ചേർത്ത് നിർത്തി അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി നിങ്ങളുടെ യാത്രാ തയ്യാറെടുപ്പ് ശരിയാക്കുന്നതിന് വേണ്ടി വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുവാനാണ് ഈ റമദാൻ ലക്ഷ്യമിടുന്നത്. റമദാനിലെ വ്രതാനുഷ്ഠാനം അല്ലാഹുവുമായി കൂടുതൽ അടുക്കുന്നതിനുള്ള ഒരു ജീവിതക്രമമാണ്. ഒരുവൻ്റെ വിശ്വാസം ശക്തിപ്പെടുത്തുക, ആഴത്തിലുള്ള ആത്മീയ ചിന്തയിൽ പ്രവേശിക്കുക, മൂല്യങ്ങളെ ഉൾപ്രവേശിപ്പിക്കുക, അതിലൂടെ അച്ചടക്കമുള്ളവനായിത്തീരുക, ദൗർഭാഗ്യവാന്മാരുടെ നേരെ അനുകമ്പയോടെ സമീപിക്കുക, തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുക. ഇത്തരത്തിലുള്ള ഉത്കൃഷ്ടമായ പല കാര്യങ്ങളും ചെയ്യുവാനാണ് റമദാൻ നമ്മെ കൊണ്ടുവരുന്നത്. നമ്മുടെ സമ്പൂർണ്ണ മാതൃകാ പുരുഷനായ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച് തന്നതനുസരിച്ച് ഈ മാസത്തെ ഏറ്റവും നല്ല നിലയിൽ പ്രയോജനപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ബാധ്യത. അദൃശ്യനായ അല്ലാഹുവിനെ കുറിച്ചുള്ള അനേകം ഉൾക്കാഴ്ചകളും മറ്റനേകം ഉപദേശങ്ങളാലും അദ്ദേഹം നമുക്ക് നേർപാതയുടെ മാർഗദർശനം നൽകുകയുണ്ടായി. ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റമദാനിലെ 1-ാമത്തെ രാത്രിയിൽ ഒരു മാലാഖ വിളിച്ചു പറയുന്നു, തെറ്റ് ചെയ്യുവാൻ ഉദ്ദേശിക്കുമെന്നവനെ നിർത്തുക. അപ്പോൾ ഇന്ന് സന്ധ്യയോടുകൂടി ഒരു മലക്കിനെ അല്ലാഹു തആല വാനലോകത്തേക്ക് അയക്കുകയും എന്നിട്ട് ആ മലക്ക് വിളിച്ചു പറയുകയും ചെയ്യുന്നതാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട്, അതാണ് അറിവ് പകർന്നു നൽകുന്നതിന് വേണ്ടി നിങ്ങളിൽ നിന്നുള്ള ഒരാളെ തന്നെ അല്ലാഹു തിരഞ്ഞെടുത്ത് നിങ്ങളിലേക്ക് അയക്കും, അവൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകാനായി. അപ്പോൾ ആ മലക്ക് വിളിച്ചു പറയുന്നത് എന്താണ്? റമദാനിലെ 1-ാമത്തെ രാത്രിയിൽ ഇന്ന് സന്ധ്യ കഴിഞ്ഞാൽ ഒരു മാലാഖ വിളിച്ചു പറയുന്നു, തെറ്റ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നവനെ നിർത്തുക. അപ്പോൾ തെറ്റ് ചെയ്യുന്നവനെ നിർത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ പള്ളി അടുത്തുണ്ടെങ്കിൽ വീട്ടിൽ നിസ്കരിക്കുന്നവരായിരിക്കും. ഇനി പള്ളിയൊന്നും ഇല്ലാന്നിരിക്കട്ടെ, ആണെങ്കിൽ തന്നെയും നമ്മൾ വീട്ടിൽ ചിലപ്പം ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം കൂടെ ചേർന്ന് ആയിരിക്കത്തില്ല, നമുക്ക് തോന്നിയപടിയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊക്കെ തെറ്റാണ്. ശരിയായ പാത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തെറ്റ് ചെയ്യുന്നവനെ ഇനി ഈ ഒരു മാസം നിന്നെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക. അതുകൊണ്ട് തെറ്റുകളെല്ലാം ഒന്ന് അവസാനിപ്പിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന രീതി അനുസരിച്ച് ഈ മാസം
നിൻ്റെ ശരീരത്തിനെയും നിൻ്റെ മനസ്സിനെയും നിൻ്റെ ആത്മാവിനെയും നിൻ്റെ ചിന്തകളെയും ഒക്കെ ഒന്ന് ശരിപ്പെടുത്തിയെടുക്കുക എന്ന് ഒരു മലക്ക് നിന്ന് വിളിച്ചു പറയും. ആ മലക്കിൻ്റെ ആ ശബ്ദം നമ്മളിൽ ഓരോരുത്തരിലേക്കും, നമ്മുടെ ഓരോ കുടുംബത്തിലെ ഗ്രഹാന്തർഭാഗങ്ങളിലേക്കും, നമ്മുടെ മനസ്സുകളിലേക്കും, നമ്മുടെ പ്രവർത്തനങ്ങളിലേക്കും അള്ളാഹു പതിപ്പിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് റമദാൻ സംബന്ധമായിട്ട് കൂടുതൽ അറിവ് ലഭ്യമാക്കിക്കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ നന്നാക്കി കൂടുതൽ പ്രതിഫലം ആർജിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജസാക്കുമുല്ലാഹ് അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.